ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കായമെഴുക്ക് പുരട്ടിയാണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. മെഴുക്കുവരട്ടി തയ്യാറാക്കാനായി ഇവിടെ ഞാൻ 4 ഇടത്തരം പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കായ അരിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ കറ ഒന്ന് കളയാനായിട്ട് ലേശം ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കാനായി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതോടെ ഇട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഒന്ന് വഴഞ്ഞു വരുന്ന സമയം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കായൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ 2 ടീസ്പൂൺ വെള്ളവും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ പച്ചക്കായൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ലേശം എരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി ചതച്ച മുളകില്ലെങ്കിൽ സാദാ മുളക് പൊടി വെച്ചും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.